അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പി ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്, വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. അരിപ്പൊടിയോ റവയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഗോതമ്പ് പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ചായക്ക് തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരമാണ്. ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അളവ് കപ്പിൽ 250 ml അളവ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായം വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ മാവും ബാക്കിയെല്ലാം അളന്നിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഉപ്പ് വാരി ഇടരുത്, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മാവും ഉപ്പായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മാവും ഉപ്പായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാനിതാ ഒരു കുട്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതാ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അതാ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ തേങ്ങ കൊത്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കൊപ്രയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നെയ്യിലിട്ടിട്ട്. ഇതുപോലെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങ കൊത്ത് കിടക്കുമ്പോൾ കഴിക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട, 3 ടേബിൾ സ്പൂൺ മതി. തേങ്ങ ഇട്ട് കൊടുത്ത് ഒരുപാടങ്ങ് എണ്ണയിലിട്ട് മൂത്ത് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ചെറിയൊരു ഗോൾഡൻ നിറം ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടുമ്പോഴാണ്. ഒരു 30-40 സെക്കൻഡ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ശർക്കര പാനി ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുക്കുന്നത് അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ മാവ് അളന്നെടുക്കുന്നത് അതേ കപ്പിലോ ഗ്ലാസ്സിലോ തന്നെ ശർക്കരയും അളന്നെടുക്കാം. ഞാനിപ്പോൾ കപ്പിന്റെ അളവിലായതുകൊണ്ട് കപ്പിന്റെ അളവിൽ തന്നെയാണ് ശർക്കര എടുത്തിട്ടുള്ളത്. വലിയ ഒരുപാട് മധുരം ഉണ്ടാവില്ല, അത്യാവശ്യം മധുരം ഉണ്ട്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കുക. എത്രയാണോ ശർക്കര അളന്നെടുത്തിട്ടുള്ള ആ കപ്പിന്റെ അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടില്ലേ, നമ്മൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ഒന്ന് തിളച്ചപ്പോൾ തന്നെ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തിളച്ച ശർക്കര പാനി ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതോടൊപ്പം തന്നെ ഈ ശർക്കര പാനി ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ അതാ കുറച്ച് ഒരു 1.5 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാവിൽ ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി ആ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിക്കാം. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓർഗാനിക് നല്ല ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ല. മുഴുവനും ഒഴിച്ചു കൊടുത്ത് ഉടൻ തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. തടിത്തവി വെച്ചോ വിസ്ക് വെച്ചോ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചൂടാക്കാൻ വെക്കാൻ പറഞ്ഞത്. ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരും. അപ്പോൾ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളവും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, വെട്ടി തിളച്ചിട്ടില്ല, നല്ല തിളയ്ക്കാറാവുന്ന ആ ഒരു സമയത്ത് എടുക്കുക. മാവ് ഒന്ന് വെന്ത് കിട്ടണം, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുള്ളൂ. വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിനാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി ഒരു 1/4 കപ്പ് ഉണ്ട്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 1.5 കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവമാണ് വേണ്ടത്. ഈ ഒരു കട്ടിക്ക് മാവ് റെഡിയാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം.
വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാൻ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ചെയ്യാൻ എടുക്കുന്നത് കൊണ്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ 5-6 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ, അത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് കടായിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവണം. എണ്ണ ചൂടായങ്ങ് പുകഞ്ഞൊന്നും പോവരുത്. എണ്ണ ഒന്ന് നല്ലോണം ചൂടായാൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വീർത്ത് പൊങ്ങി വരും. അപ്പോൾ എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, പെട്ടെന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അടുത്തത് ഒഴിച്ചു കൊടുക്കുക. ആദ്യമുള്ളത് ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതും വീർത്ത് വരുന്ന സമയത്ത് മാവ് ഒഴിക്കാം. നമ്മളെടുക്കുന്ന കടായിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്ന, ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാം. പെട്ടെന്ന് നെയ്യപ്പം കഴിക്കാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പമാണ്. അരിപ്പൊടിയേക്കാളും നല്ല ടേസ്റ്റാണ് ഈ നെയ്യപ്പത്തിന്. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റും. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പ്രാവശ്യം നെയ്യപ്പം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്